Hi friends, Assalamu alaikum. Welcome back to our channel. ഇന്നത്തെ റെസിപ്പി ഒരു കേക്കിൻ്റെതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് മിൽക്ക് കേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോണത് പിസ്താച്ചിയോ മിൽക്ക് കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ എഗ്ഗൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു മിൽക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ടൈഗറിൻ്റെ പിസ്ത എസൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇത് ഞാനിപ്പോൾ ഒരു 7 ഡ്രോപ്പ് വരെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കളറും അതുപോലെ തന്നെ ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ 1/4 കപ്പോളം തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത കട്ട തൈര് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മൂന്നും കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ക്രീമി ടെക്സ്ചറിലാവുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരിപ്പ് എടുത്തിട്ട് 1/2 കപ്പ് മൈദപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് മൂന്നും കൂടി ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. കേക്കിനുള്ള ബാറ്റർ ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് 1.5 ടേബിൾ സ്പൂണോളം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്തയാണ്. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ഞാനിപ്പോൾ ഓവണൊന്നല്ല, ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോണത്. ഈ പാത്രം ഞാനിപ്പോൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഇതുപോലെ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സിൻ്റെ പാത്രം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 25 to 35 മിനിറ്റ്സ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 30 മിനിറ്റ്സ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് എങ്ങാനും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള പാലിൻ്റെ മിക്സും കൂടെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടത് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 കപ്പോളം ഹെവി ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോണത് 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ മധുരം ഇത്ര തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഡ്രോപ്പ് ആ പിസ്ത എസൻസും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് എടുത്തിട്ട് ഒരു ഫോർക്ക് എങ്ങാനും വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സിൽ നിന്ന് പകുതി എടുത്തിട്ട് ഈ കേക്കിന് മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തോണ്ട് തന്നെ ആ പാലിൻ്റെ മിക്സ് നല്ല രീതിയിൽ തന്നെ ആ കേക്കിനുള്ളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിന് നമുക്ക് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. 3 മണിക്കൂറിന് ശേഷമാണ് ഇതിപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നോസിൽ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇതിന് മുകളിലായിട്ട് ഇനി കുറച്ച് പിസ്ത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റോസ് പെറ്റൽസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും.
അപ്പോൾ അത് നമ്മളുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കേക്കാണ്. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്